പോലീസ് നിങ്ങളെ പ്രകോപിപ്പിക്കും. ഇതിന്റെ തുടക്കം മുതൽ പോലീസ് പ്രകോപിപ്പിക്കുന്നുണ്ട്. പോലീസിന്റെ ഉദ്ദേശം ഒന്ന് മാത്രമാണ്, ഈ സമരം തകരണമെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാക്കണമെന്നാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. അത് പരാജയപ്പെടുത്തി കൊടുക്കണം. ഇന്നും ഈ ജില്ലയിലെ ജനങ്ങൾക്ക് വേണ്ടി കളക്ടറേറ്റിൽ MLA-മാരുടെ കൂടെ അതിശക്തമായ പോരാട്ടം നടത്തിയിട്ടാണ് വീണ്ടും സമരപന്തലിലേക്ക് വന്നത്. നിങ്ങൾ പിരിഞ്ഞു പോയതിനു ശേഷവും പുലർച്ചെ വരെ ഈ പന്തലിനകത്താണ് കിടന്നുറങ്ങുന്നത്. ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നു, ഇന്നത്തെ സമരത്തിന്റെ എല്ലാവിധ പ്രോഗ്രാംസും എന്റെ ഈ പ്രസംഗത്തോടു കൂടി അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും നിങ്ങൾ വന്ന നിങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകണം. ഒരു കാര്യം, നാളെയോടുകൂടി ആക്ഷൻ കമ്മിറ്റി ആലോചിച്ച് മറ്റൊരു രീതിയിൽ അതിശക്തമായ ഒരു സമരം നമ്മൾ പ്രഖ്യാപിക്കുന്നു, ആലോചിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് മാത്രമാണ്, ഞാൻ ഈ സമരത്തിന് ആദ്യമായി തുടക്കം കുറിച്ച് 1 മണിക്കൂർ കഴിയുമ്പോ പോലീസ് പ്രകോപിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ ആ പ്രകോപനത്തിന് മുമ്പിൽ നമ്മൾ തോറ്റുപോകരുത്. നമ്മുടെ ലക്ഷ്യം തോൽപ്പിക്കലാണ്, നായിക്കെതിരെയുള്ള സമരമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പ്രദേശത്തേക്ക് സ്നേഹപൂർവ്വം എത്തിച്ചേർന്ന മുഴുവൻ ആളുകളും ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ പിരിയണം. നാളെയോടുകൂടി ഇന്നത്തോടുകൂടി എന്റെ സമരവും ഈ സമരവും ഈ ലക്ഷ്യവും അസ്തമിക്കാൻ പാടില്ല. ഒരുപാട് വീടിനകത്ത് പാവപ്പെട്ട ആളുകൾ ഈ സമരത്തെ വീക്ഷിക്കുന്നുണ്ട്. അവര് പ്രാർത്ഥനാപൂർവ്വം ഈ സമരം വിജയിക്കാൻ വേണ്ടി ഫോൺ വിളിച്ച് പറയുന്നുണ്ട്. അവരുടെയൊക്കെ ആഗ്രഹമാണ്, ദയവ് ചെയ്ത് ഇവിടെ ഒരു സംഘർഷമുണ്ടായാൽ ഈ സമരം പോലെയും. അതാണ് പോലീസുകാരുടെ ഉദ്ദേശം. നമ്മൾ അതിന് ഒരു കാരണവശാലും അവസരമൊരുക്കി കൊടുക്കരുത്. 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് പിരിയാം. നാളെ അടുത്ത അനൗൺസ് നാളെ തന്നെ നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.